ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ആൻഡ് വേരിയൻസ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ ക്ലാസ് ഇൻ്റർവെൽ ഉണ്ട്, വിത്ത് ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ക്ലാസ് ഇൻ്റർവെൽ ഉണ്ട്. ഷോർട്ട് കട്ട് മെത്തേഡിലാണ് നമ്മൾ മീനും വേരിയൻസും കാണുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം താഴേക്ക് എഴുതാം അല്ലേ. ക്ലാസ് ഫ്രീക്വൻസി, ശരിയല്ലേ? ക്ലാസ്സും ഫ്രീക്വൻസി നമ്മൾ എഴുതാൻ പോവാണ്. ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഫ്രീക്വൻസി വരുന്നത് 5, 8, 15, 16, 6. നമ്മൾ മിഡിൽ വാല്യൂ എടുക്കണം അല്ലേ? അറിയാമല്ലോ, മിഡിൽ വാല്യൂ. ക്ലാസ് ഉണ്ടല്ലോ, അതിൻ്റെ മിഡിൽ വാല്യൂ വേണ്ടി വരും. XI എന്നാണ് നമ്മളത് എഴുതുന്നത്. XI എന്ന് പറഞ്ഞാൽ മിഡിൽ വാല്യൂ എടുക്കാൻ അറിയാമല്ലോ. 0-ൻ്റെയും 10-ൻ്റെയും മിഡിൽ വാല്യൂ 5 ആണ്. 10 to 20 15 ആണ്. 20 to 30 25, 35 45. ഇനി നമ്മൾ ഇവിടെ ഒരു പുതിയൊരു വേരിയബിളിനെ കൊണ്ടുവരും. ഏതാണത്? YI അല്ലേ? ഓർമ്മയുണ്ടല്ലോ. ഷോർട്ട് കട്ട് മെത്തേഡ് വഴിയാണ് ചെയ്യണമെങ്കിൽ YI എന്ന് പറയുന്ന പുതിയൊരു വേരിയബിളിനെ നമ്മൾ കൊണ്ടുവരും. അതിനുവേണ്ടി YI കാണാനുള്ള ഫോർമുല അറിയാമോ? സൊല്യൂഷൻ ഇവിടെ എഴുതാണ്. YI കാണാനുള്ള ഫോർമുല എങ്ങനെയാണ് വരുന്നത്? YI XI മൈനസ് അസ്യൂംഡ് മീൻ ബൈ ക്ലാസ് വിഡ്ത്ത് ആണ്. അസ്യൂംഡ് മീൻ എന്ന് പറഞ്ഞാൽ 5-നും 45-നും ഇടയ്ക്ക് ഉള്ളൊരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ, മീനിന് അടുത്താവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ ആണോ? 5-നും 45-നും ഏകദേശം ഇടയ്ക്ക് വരുന്ന നമ്പറാണല്ലോ 25. അപ്പോൾ നമുക്ക് അസ്യൂംഡ് മീൻ 25 ആയിട്ട് എടുക്കാം. ക്ലാസ് വിഡ്ത്തോ H, അത് 10 ആണ്. ഈ ഡിഫറൻസ് 10 അല്ലേ? YI കാണാനുള്ള ഫോർമുല XI മൈനസ് അസ്യൂംഡ് മീൻ 25 ബൈ 10. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ YI കണ്ടുപിടിക്കണം. എളുപ്പമല്ലേ? XIയുടെ ഓരോരോ വാല്യൂസുകൾ ഇട്ട് കൊടുക്കുക. 5 കൊടുത്താൽ 5 മൈനസ് 25 മൈനസ് 20 ബൈ 10 മൈനസ് 2. അടുത്തത് XIയുടെ അടുത്ത വാല്യൂ 15 ആണ്. 15 മൈനസ് 25 മൈനസ് 10 ബൈ 10 ചെയ്താൽ മൈനസ് 1. പിന്നെ 25 മൈനസ് 25 ബൈ 10 0, 35 മൈനസ് 25 ബൈ 10 1, 45 മൈനസ് 25 ബൈ 10 2. YI കിട്ടി. X ബാർ കാണാനുള്ള ഫോർമുല അറിയാമോ? ഷോർട്ട് കട്ട് മെത്തേഡ് വഴി X ബാർ കാണാനുള്ള ഫോർമുല A പ്ലസ് H ഇൻറ്റു സിഗ്മ FI YI അല്ലേ? ഫോർമുല അറിയാമല്ലോ. ഷോർട്ട് കട്ട് മെത്തേഡ് വഴി X ബാർ കാണാനുള്ള ഫോർമുല A പ്ലസ് H ഇൻറ്റു സിഗ്മ FI YI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. അതിൽ അപ്പോൾ FI YIക്ക് വേണ്ടി ഒരു കോളം വേണമെന്ന് മനസ്സിലായി അല്ലേ? FI YIക്ക് വേണ്ടി ഇവിടെ ഒരു കോളം വേണം, അത് എഴുതണം അല്ലേ? അപ്പോൾ അത് എഴുതാൻ പോവാണ്. FI YI എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു മൈനസ് 2 അങ്ങനെ. ഫ്രീക്വൻസിയും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു മൈനസ് 2 മൈനസ് 10, ശരിയല്ലേ? 8 ഇൻറ്റു മൈനസ് 1 മൈനസ് 8, 15 ഇൻറ്റു 0 0, 16 ഇൻറ്റു 1 16, 6 ഇൻറ്റു 2 12. അപ്പോൾ X ബാർ കാണാൻ പോവാണ്. A പ്ലസ് A എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീനാണ്, അത് 25 ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. സിഗ്മ FI YI എന്ന് പറയുമ്പോൾ ഈ FI YI എല്ലാം ആഡ് ചെയ്ത് താഴെ എഴുതാം. സിഗ്മ FI YI എന്ന് പറയുമ്പോൾ ഈ FI YI എല്ലാം ആഡ് ചെയ്ത് താഴെ എഴുതണം. ഇതെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, 10 വരും. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കിക്കോ. ആഡ് ചെയ്ത് വരുമ്പോൾ 10 കിട്ടും. സോ സിഗ്മ FI YI 10 കിട്ടി ബൈ ക്യാപിറ്റൽ N.
ക്യാപിറ്റൽ എൻ സിഗ്മ എഫ് ആണെന്ന് അറിയാലോ. സം ഓഫ് ഓൾ ഫ്രീക്വൻസിയാണ് ക്യാപിറ്റൽ എൻ. ഈ ഫ്രീക്വൻസികളെല്ലാം ആഡ് ചെയ്ത് വരുമ്പോൾ 50 കിട്ടും. n ഈസ് ഈക്വൽ ടു 50. ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്തതാണ്. അപ്പം എന്നിന് പകരം 50 എന്ന് എഴുതി. ശരിയല്ലേ? അപ്പോൾ ഇത് കാൽക്കുലേഷൻ കാണിക്കണ്ടല്ലോ. 100/50 to 27 കിട്ടും. എക്സ് ബാർ കിട്ടി. ഇനി എന്താണ് വേണ്ടത്? വേരിയൻസ് ആണ്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എഴുത്, എന്നിട്ട് സ്ക്വയർ ചെയ്ത വേരിയൻസ് കിട്ടുമല്ലോ. ഫോർമുല അറിയാമല്ലോ, h/n ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ FI/YI സ്ക്വയർ മൈനസ് സിഗ്മ FI/YI ഓൾ സ്ക്വയർ. ഇതാണ് ഫോർമുല. ഇതിൽ എച്ചിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എന്നിൻ്റെ സ്ഥാനത്ത് 50 എഴുതുക. റൂട്ട് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. സിഗ്മ FI/YI സ്ക്വയർ അറിയില്ല അല്ലേ? നോക്കിയേ, സിഗ്മ FI/YI സ്ക്വയർ അറിയില്ല. FI/YI സ്ക്വയറിന് വേണ്ടി ഇവിടെ ഒരു കോളം വേണമെന്ന് മനസ്സിലായി അല്ലേ? FI/YI സ്ക്വയറിന് വേണ്ടി ഒരു കോളം വേണം. അപ്പോൾ അതും കൂടി വരയ്ക്കുക. FI/YI സ്ക്വയറിന് വേണ്ടി കോളം വരച്ചു. FI/YI സ്ക്വയർ കിട്ടണമെങ്കിൽ YIയും FIയും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ശരിയല്ലേ? നോക്കിയേ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ FI/YI സ്ക്വയർ ആയില്ലേ? കറക്റ്റ് അല്ലേ? -2 × -10 20, -1 × -8 8, 0 × 0 0, 1 × 16 16, and 2 × 12 24. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? FI/YI സ്ക്വയർ കിട്ടി. സിഗ്മ FI/YI സ്ക്വയർ ആണ് വേണ്ടത് അവിടെ. അപ്പോൾ ഈ FI/YI സ്ക്വയർ എല്ലാം ആഡ് ചെയ്യുക. ഇതെല്ലാം താഴേക്ക് ആഡ് ചെയ്യുക. അത് ഞങ്ങൾക്ക് ചെയ്ത് കാണിക്കണില്ല. 68 കിട്ടും ആഡ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇവിടെ സിഗ്മ FI/YI സ്ക്വയറിൻ്റെ സ്ഥാനത്ത് 68 എഴുതാം, മൈനസ് സിഗ്മ FI/YI നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. സിഗ്മ FI/YI 10 ആണ്, കണ്ടില്ലേ? 10. അപ്പോൾ ഇവിടെ 10 സ്ക്വയർ വരും. ശരിയല്ല? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി ഇതൊന്ന് ചെയ്തു വരുമ്പോൾ 1/5 ഇൻറ്റു റൂട്ട് ഓഫ് 50 × 68 അല്ലേ? കറക്റ്റ് അല്ലേ? അതൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. 50 × 68 മൈനസ് 100, കറക്റ്റ് അല്ലേ? 3300 3300 വരും. ഇനി വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, നമുക്കറിയാമല്ലോ. സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവും. 3300/25 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? സ്ക്വയർ ചെയ്താൽ മതി, റൂട്ട് പോവും. 3300/25 എന്ന് വരും. ശരിയാണോ? അപ്പോൾ എന്ത് വരും? ചെയ്തു വരുമ്പോൾ ആൻസർ 132 കിട്ടും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം.